അഹമ്മദാബാദ് വിമാന അപകടം സംബന്ധിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെതിരെ വ്യാപക പരാതി. സംഭവത്തിൽ ന്യായവും വസ്തുനിഷ്ഠവുമായ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. അപകടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് എയർ ഇന്ത്യ, ബോയിംഗ് കമ്പനി എന്നിവരെ സംരക്ഷിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ ആരോപിച്ചു. അതേസമയം എയർ ഇന്ത്യയുടെ നഷ്ടപരിഹാര വാഗ്ദാനം നിരസിച്ചതായി അപകടത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് പൗരന്റെ കുടുംബം വ്യക്തമാക്കി. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ശ്രീജിത്ത്, അഹമ്മദാബാദ് വിമാന അപകടവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന കാര്യങ്ങളിൽ അതിലിപ്പോൾ ഈ പൈലറ്റ്സ് അസോസിയേഷൻ അടക്കം അവരുടെ അതൃപ്തി രേഖപ്പെടുത്തുകയാണ്. എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയുന്ന വസ്തുതകൾ? ഏത് നിലയ്ക്കാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? ലക്ഷ്മി, ഇന്നലെ തന്നെ പൈലറ്റ്സ് അസോസിയേഷൻ ഇക്കാര്യത്തിൽ വലിയ രൂപത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. കാരണം ഇതൊരു ആത്മഹത്യാവാദം എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഒരിക്കലും അത് ആത്മഹത്യാവാദമാണെന്ന് പറയരുത്, ആത്മഹത്യാ ശ്രമമാണെന്ന് പറയരുത് എന്ന് ഇന്നലെ പൈലറ്റ്സ് അസോസിയേഷൻ ഈ റിപ്പോർട്ടിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. AIBയുടെ റിപ്പോർട്ടിൽ അങ്ങനെ പറയരുതായിരുന്നു എന്നൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്ന് പൈലറ്റ്സ് അസോസിയേഷൻ ഒരു പടി കൂടി കടന്ന് ഇത് നിയമപരമായി നീതിയുക്തവും വസ്തുനിഷ്ഠവുമായ അന്വേഷണമാണ് ഇതിൽ വേണ്ടത്. ഇക്കാര്യത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഈ റിപ്പോർട്ട് വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ പ്രാഥമിക റിപ്പോർട്ട് അസംബന്ധമാണ് എന്ന ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പൈലറ്റ്സ് അസോസിയേഷൻ പറയുന്നത് ഇതിൽ വസ്തുനിഷ്ഠവും നീതിയുക്തമായ ഒരു അന്വേഷണം വേണം. പൈലറ്റുമാരെ മാത്രം കുറ്റക്കാരാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാണിത്. ഇന്നലെ വരെ പറഞ്ഞിരുന്നത് പൈലറ്റുമാരെ ബോധപൂർവ്വം കുറ്റക്കാരായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്നാണ്. ഇന്ന് പൈലറ്റ്സ് അസോസിയേഷൻ പറയുന്നത് ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല, ഇതിൽ അന്വേഷണം വേണം, ഇതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം, അവരെ കുറ്റക്കാരാക്കാനുള്ള ശ്രമം ഇനി അനുവദിക്കില്ല എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മറ്റൊരു തരത്തിലേക്ക് പോകുമ്പോൾ ഈ അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾ, പ്രത്യേകിച്ചും ബ്രിട്ടീഷ് പൗരന്മാരുടെ ബന്ധുക്കൾ പറയുന്നത് ഞങ്ങൾ എയർ ഇന്ത്യ വാഗ്ദാനം ചെയ്ത ആ നഷ്ടപരിഹാര തുക ഞങ്ങൾ സ്വീകരിക്കുന്നില്ല, ഞങ്ങൾക്ക് വേണ്ട എന്ന് നേരത്തെ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ റിപ്പോർട്ട് വന്നപ്പോഴാണ് കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാകുന്നത്. ഇതിൽ എയർ ഇന്ത്യയെയും ബോയിങ്ങിനെയും അവരെ സംബന്ധിച്ച്, അതായത് ഈ അപകടത്തിന് കാരണക്കാരായി പൈലറ്റുമാരെ മാത്രമാണ് ചിത്രീകരിക്കുന്നത്. നേരെ മറിച്ച് എയർ ഇന്ത്യ എന്ത് ചെയ്തു, ബോയിങ് വിമാനത്തിന് എന്തെങ്കിലും സാങ്കേതിക തകരാറുണ്ടായിരുന്നോ, ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത റിപ്പോർട്ടിലില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ റിപ്പോർട്ട് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. എയർ ഇന്ത്യയും ബോയിങ്ങും സംബന്ധിച്ച് ബോയിങ്ങും എന്താണ് ഇതിൽ വിശദീകരണം നൽകിയിട്ടുള്ളത്, അവരുടെ നിലപാട് എന്താണ്, അവർക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യങ്ങളെല്ലാം റിപ്പോർട്ടിൽ വരേണ്ടതായിരുന്നു. അതുകൊണ്ട് എയർ ഇന്ത്യക്കെതിരെ നിർബന്ധമായി ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ബ്രിട്ടീഷ് പൗരന്മാരുടെ ബന്ധുക്കൾ, അപകടത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് പൗരന്മാരുടെ ബന്ധുക്കൾ പറയുന്നത്. ഇങ്ങനെ രണ്ട് തരത്തിൽ പരാതികൾ വലിയ രൂപത്തിൽ വ്യാപകമാകുകയാണ്. ഒന്ന്, പൈലറ്റ്സ് അസോസിയേഷൻ ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ വലിയ രൂപത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇന്ന് അവർ നിയമപരമായ നടപടികളിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെയാണ് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ പറയുന്നത് ഞങ്ങൾ എയർ ഇന്ത്യയുടെയോ ബോയിങ്ങിൻ്റെയോ ഒരു നഷ്ടപരിഹാരവും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. പകരം എയർ ഇന്ത്യയും ബോയിങ്ങും ഇക്കാര്യത്തിൽ എന്ത് നടപടിയെടുത്തു, എന്താണ് അവരുടെ വിശദീകരണം, സാങ്കേതിക തകരാർ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലൊന്നും ഈ റിപ്പോർട്ടിൽ ഒരു പരാമർശവുമില്ല. അവർക്കെതിരെ അന്വേഷണം വേണ്ടതാണ് എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ വലിയ രൂപത്തിൽ വ്യാപകമായ പരാമർശവും വ്യാപകമായ വിമർശനവുമാണ് ഈ AIBയുടെ ആ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെതിരെ വരുന്നത്. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പറയുന്നത് അന്വേഷണം പുരോഗമിക്കട്ടെ, അന്വേഷണം നടക്കട്ടെ, അന്തിമ റിപ്പോർട്ട് വരട്ടെ, അന്തിമ റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് കാര്യങ്ങളിലൊരു വ്യക്തത വരും എന്നാണ് കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ പറയുന്നത്. ലക്ഷ്മി.